അടുത്തത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ചില ചോദ്യങ്ങൾ ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇനിയും ചോദിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളാണ് ഇവിടെ സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ഒന്നാമത്തെ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇന്റഗ്രേറ്റ് എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെ മാറ്റണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതില് ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? ഈ സൈനിന്റെ ആംഗിളിൽ കാണുന്ന ആൾക്കാണ്. സൈനിന്റെ ആംഗിളിൽ എക്സ് അല്ലാണ്ട് വേറെ ആരെങ്കിലും കയറി ഇരിക്കുകയാണെങ്കിൽ അവന് എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പൊ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത് പുട്ട് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു യു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഉടനടി ചെയ്യേണ്ടത് എന്താ? രണ്ട് സൈഡിന്റെ ഡെറിവേറ്റീവ് കാണുക. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കഴിഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചതാണ് 2x. യുവിന്റേത് എപ്പോഴും എന്തായിരിക്കും? du by dx. ഇത് എന്ത് കണ്ടുപിടിക്കണം? dx കണ്ടുപിടിക്കണം. എങ്ങനെ dx കണ്ടുപിടിക്കുക? ഈ by dx ഇങ്ങോട്ട് പോരട്ടെ, ഈ into 2x അങ്ങോട്ട് പോട്ടെ. അപ്പൊ dx is equal to du by 2x. ഇത്രയും ചേഞ്ചസ് നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ വരുത്താൻ പോവാണ്. അപ്പൊ ഈക്വൽ ടു ഇന്റഗ്രൽ x ഇവിടെ കിടക്കട്ടെ. ഇതിന് നമ്മളൊന്നും കൊടുക്കണ്ട. അടുത്ത സൈൻ x സ്ക്വയർ എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? u എന്ന് കൊടുക്കുക. ഇൻറ്റു dx ന് പകരം നമ്മൾ എന്ത് കൊടുക്കുക? du by 2x. ഇവിടെ ഒരു എക്സ് മുകളിലും ഒരു എക്സ് താഴെയും കാണാണ്ട്, ഇടയിൽ മൊത്തം ഇൻറ്റു ആണ്. അതുകൊണ്ട് മുകളിലും താഴെയുള്ള സെയിം ടേമുകൾ നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെ എക്സുകൾ വെട്ടിപ്പോയിട്ട് ഈ ചോദ്യം കംപ്ലീറ്റ്ലി എന്തിലേക്ക് മാറിയിട്ടുണ്ട്? യുയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ മാറണം. അപ്പോൾ ഇനി നമുക്ക് ഈ ബൈ 2 പുറത്തെടുക്കാം. നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പഠിച്ചാണ് ബൈ 2 പുറത്തെടുക്കാം എന്ന് പറഞ്ഞാൽ 1/2 ഔട്ട് സൈഡ്. ബാക്കി ഇന്റഗ്രലിനകത്ത് എന്താ? ഇന്റഗ്രൽ സൈൻ യു ഡി യു. ഇന്റഗ്രൽ സൈൻ യു, സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ് നമ്മൾ പഠിച്ചാണ്. അപ്പൊ സൈൻ യുവിന്റെ ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സിന്റെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് എക്സ്. അപ്പൊ ഇന്റഗ്രൽ സൈൻ യു ഡി യുന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? മൈനസ് കോസ് യു. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ? 1/2 ഇൻറ്റു മൈനസ് കോസ് യു. ശരിയല്ലേ? 1/2 ഇൻറ്റു മൈനസ് കോസ് യു എന്ന് പറഞ്ഞാൽ മൈനസ് 1/2 കോസ് യു എന്നാണ്. ഇനി യുവിൽ ഒരിക്കലും ആൻസർ പറയരുത്. നമ്മളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ വേരിയബിൾ ആണ് യു. അതുകൊണ്ട് ആ യുവിന് നമ്മൾ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ എന്താണോ എടുത്തത് തിരിച്ചെന്നെ കൊടുക്കുക. അപ്പൊ എന്താ? മൈനസ് 1/2 കോസ് യു. യുവിന് പകരം എന്ത് കൊടുക്കുക? എക്സ് സ്ക്വയർ. പിന്നെ മറക്കാതെ പ്ലസ് ചെയ്തിട്ട് കൊടുക്കുക. ഇത്രയുള്ള ഈ ചോദ്യം ചെയ്യാൻ. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് ഈ എക്സ് സ്ക്വയറിനാണ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കണം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. അതില് ഇന്റഗ്രൽ 1 plus cos x divided by x plus sin x dx. ഇതാണ് ചോദ്യം. ഇതില് അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഇന്റഗ്രൽ 1 plus cos x divided by x plus sin x the whole square dx. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന ഈ പവറിന്റെ ഉള്ളിലുള്ള ആൾക്കാണ്. ഈ പവർ ഹോൾ സ്ക്വയറിന്റെ ഉള്ളിൽ ആരാണ്? 1 plus sin x, സോറി x plus sin x. ഈ x plus sin x ന് മൊത്തമായിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പൊ പുട്ട് x plus sin x is equal to u. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ഉടനടി ചെയ്യേണ്ട എന്താ? രണ്ട് സൈഡിൽ ഡെറിവേറ്റീവ് കാണുക. ഈ സൈഡിൽ രണ്ട് ടേമുകൾ ഉണ്ട്. ഓരോ ടേമിന്റെയും ഡെറിവേറ്റീവ് വേറെ വേറെ കാണണം. എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. യുവിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും എന്ത് തന്നെയാണ്? du by dx. ഇതിൽ എങ്ങനെ dx കണ്ടുപിടിക്കുക? dx ഇങ്ങോട്ട് പോരട്ടെ, 1 plus cos x അങ്ങോട്ട് പോട്ടെ. അപ്പൊ dx equal to du by 1 plus cos x. ഇത്രയും ചേഞ്ചസ് നമ്മൾ ഈ ചോദ്യത്തിൽ വരുത്താൻ പോവാണ്. അപ്പൊ ഇന്റഗ്രൽ 1 plus cos x അതേപോലെ കിടക്കട്ടെ ബൈ x plus sin x ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? u എന്ന് കൊടുക്കണം. അപ്പോഴും ഈ സ്ക്വയർ അവിടെ അതേപോലെ ഇടണം അല്ലേ? u സ്ക്വയർ ഇൻറ്റു dx ന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? du by 1 plus cos x. ഇനി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി എന്താ ചെയ്യേണ്ടത്. ഈ 1 plus cos x ഉം 1 plus cos x മൊത്തമായിട്ട് വെട്ടിപ്പോയി മുകളിലും താഴെ ആയതുകൊണ്ട് ബാക്കി ഇതിൽ എന്താ ഉള്ളത്? ഇന്റഗ്രൽ ആരും പുറത്തെടുക്കാനൊന്നുമില്ല അല്ലെ? ഇന്റഗ്രൽ 1/u സ്ക്വയർ. വെറും u സ്ക്വയർ അല്ല, താഴെ കിടക്കുന്ന 1/u സ്ക്വയർ du. ശരിയല്ലേ? നമുക്ക് ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഇൻഡീസസ് എന്നുള്ള പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠമുണ്ട്. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/a raised to m നെ a raised to -m എന്ന് എഴുതാൻ നിയമമുണ്ട്. അതായത് 1ന്റെ ചുവട്ടിൽ ഡിനോമിനേറ്റർ കിടക്കുന്ന ഒരു പവർ ആണെങ്കിൽ അതിനെ മുകളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ പ്ലസ് പവർ മൈനസ് ആക്കി കൊടുത്താൽ മതി. അതായത് 1ന്റെ ചുവട്ടിലാണ് a raised to m കിടക്കുന്നത്. ഈ a raised to m ന് 1ന്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് വരണം ഒരു ആഗ്രഹം. അപ്പൊ നമ്മൾ ആഗ്രഹം നടത്തി കൊടുക്കുക. പക്ഷേ ഈ പ്ലസ് m എന്താവണം? മൈനസ് m. ഒരിക്കലും എന്റെ ചിഹ്നം അല്ല മാറ്റേണ്ടത്, ഈ പവറിന്റെ ചിഹ്നം. അങ്ങനെ നോക്കുമ്പോൾ 1/a raised to m equal to a raised to -m ആണെങ്കിൽ 1/u raised to 2 എന്തായിരിക്കും? u raised to -2 അല്ലെ? ഇത് മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പവർ നെഗറ്റീവ് ആക്കി കൊടുക്കണം. ഇൻറ്റു d.
ഇപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇന്റഗ്രൽ x റേസ് ടു n അതേപോലെ ഇന്റഗ്രൽ u റേസ് ടു -2 എന്താ ചെയ്യേണ്ടത്? ഇന്റഗ്രേഷൻ നടത്താൻ പോവാണ് അല്ലേ? അപ്പൊ പിന്നെ ഈ സിമ്പിൾ ഇടരുത്, ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ പിന്നെ ഈ സിമ്പിൾ ഇടരുത്, ആൻസർ എഴുതുക u റേസ് ടു -2 + 1 / -2 + 1 എന്നാണ് പവർ കൂടെ ഒന്ന് കൂട്ടുക, അതേ പവർ താഴെ എഴുതുക. ഇനി ഡി യു എന്ന് എഴുതരുത്, ഇന്റഗ്രേഷൻ ചിഹ്നം ഇടാൻ പാടില്ല, കാരണം ഇന്റഗ്രലാണിത് അല്ലേ? അപ്പൊ ഇവിടെ ചിഹ്നം ഇടരുത്, വേണമെങ്കിൽ +c എന്ന് ഇടാവും, അത് ഞാൻ അവസാന സ്റ്റെപ്പിൽ ഇടുന്നുള്ളൂ. ഈക്വൽ ടു u റേസ് ടു -2 + 1 എന്ന് പറഞ്ഞാൽ എന്താ? വലുതിന് ചെറുത് കുറയ്ക്കുക, വലുതിന് ചിഹ്നം ഇടുക, അപ്പൊ എത്രയാ? -1 ഡിവൈഡഡ് ബൈ -2 + 1 എന്ന് പറഞ്ഞാൽ എന്താ? -1 അല്ലെ? ഇനി നമുക്കറിയാം 2 / -1 എന്ന് പറഞ്ഞാൽ എന്താ? -2 ആണ് അല്ലെ? 2 / -1 എന്ന് പറഞ്ഞാൽ -2. അതേപോലെ u റേസ് ടു -1 / -1 എന്ന് പറഞ്ഞാൽ -u റേസ് ടു -1. അതായത് ഈ മൈനസിന് മോളിക്ക് ഇട്ടിട്ട് ഈ 1 ഒഴിവാക്കാം. ഇനി ഈ യുവിന് പകരം നമ്മൾ എടുത്ത് തന്നെ തിരിച്ചു കൊടുക്കണം. എന്താ യുവിന് പകരം എടുത്തിരിക്കുന്നത്? x + sin x ഹോൾ റേസ് ടു -1 അതേപോലെ തന്നെ. അപ്പൊ യുവിന് പകരം എന്ത് കൊടുക്കുന്നു? x + sin x. ബാക്കിയുള്ള മൈനസും റേസ് ടു -1 ഒക്കെ അതേപോലെ കീപ്പ് ചെയ്തു, പ്ലസ് അവസാനം ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് കൂടി ആഡ് ചെയ്യുക. അടുത്ത് മൂന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഇന്റഗ്രൽ e റേസ് ടു sin x cos x dx. ഇതിൽ ആർക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ഇന്റെ പവറിലുള്ള ആൾക്കാണ്. ഇന്റെ പവറിൽ ആരാ? sin x. അപ്പൊ നമുക്ക് ഒരു ടെക്സ്റ്റിലും പറയാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ ചില ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. സൈനിന്റെയും കോസിന്റെ ഒക്കെ ആംഗിളിൽ എക്സ് അല്ലാണ്ട് വേറെ ആരെങ്കിലും വന്നിരിക്കുകയാണെങ്കിൽ അവന്മാർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് കൂടുതലും കാണാറ്. 99% ചോദ്യത്തിലും അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചോദ്യത്തിൽ നമ്മൾ ആർക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? x². രണ്ടാമത്തെ ചോദ്യത്തില് പവർ ഒരു ഹോൾ സ്ക്വയർ, ഹോൾ ക്യൂബ്, ഹോൾ 6 അങ്ങനെ കാര്യം ഉണ്ടെങ്കിൽ അവനായിരിക്കും അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അതായത് x + sin x നാണ് നമ്മൾ u എന്ന് കൊടുത്തത്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തില് ഇന്റെ പവറിൽ ആരാ? എക്സ് അല്ല. e റേസ് ടു x ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ x അല്ലാണ്ട് വേറെ ഏതെങ്കിലും ആൾക്കാർ കയറിയിരിക്കുകയാണെങ്കിൽ അവന്മാർക്കാണ് നമ്മൾ u എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പൊ e റേസ് ടു sin x ലെ sin x നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അടുത്ത ചോദ്യത്തിൽ ആർക്കാ കൊടുക്കേണ്ടി വരിക? ഈ സൈനിന്റെ ആംഗിളിൽ കിടക്കുന്ന ഈ വലിയ സാധനം 2 + 3 log x എന്ന് പറയുന്ന ആംഗിളിൽ കിടക്കുന്ന ആൾക്കാണ് u എന്ന് കൊടുക്കേണ്ടി വരിക. അങ്ങനെ ചില ഐഡിയകൾ ഉണ്ട്. അതായത് സൈനിന്റെയും കോസിന്റെയും ആംഗിളിലുള്ള ആൾക്ക്, അതുപോലെ ഹോൾ സ്ക്വയർ, ഹോൾ ക്യൂബ് അങ്ങനെയുള്ള ആൾക്കാർ ആ പവറിന്റെ ഉള്ളിൽ കിടക്കുന്ന ആൾക്ക് e റേസ് ടു ആരെങ്കിലും വരികയാണെങ്കിൽ ആൾക്ക്, ഇത്രയും ആൾക്കാർക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. നിർത്തുന്ന ഓർത്ത് വെക്കുക. ചില ചോദ്യത്തിൽ നമുക്ക് ആർക്കാണ് യു കൊടുക്കേണ്ടതെന്ന് അറിയാൻ അത് ഉപകാരപ്പെടും. അപ്പൊ ഈ ചോദ്യത്തിൽ ആർക്ക് നമ്മൾ കൊടുക്കേണ്ടത്? പുട്ട് sin x = u. ഇതില് രണ്ട് സൈഡും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സൈനിന്റെ ഡെറിവേറ്റീവ് എന്താ? cos x. യുവിന്റെ ഡെറിവേറ്റീവ് എന്താ? du/dx. ഇനി dx ഇങ്ങോട്ട് പോരട്ടെ, cos x അങ്ങോട്ട് പോട്ടെ. അപ്പൊ dx = du/cos x. ഈ ഇത്രയും ചേഞ്ചസ് നമ്മൾ ഈ ചോദ്യത്തിൽ നമ്മൾ വരുത്താൻ പോവാണ്. അപ്പൊ ഇന്റഗ്രൽ e റേസ് ടു sin x ന് പകരം നമ്മൾ എന്ത് കൊടുക്കണം? u എന്ന് കൊടുക്കണം. cos x ന് പകരം ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യില്ല, അവിടെ തന്നെ കിടക്കട്ടെ. dx ന് പകരം എന്താ കൊടുക്കേണ്ടത്? du/cos x. ഇനി എന്താ ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഈ cos x ഉം cos x ഉം ക്യാൻസൽ ചെയ്യപ്പെടും. ബാക്കി ഇതിൽ എന്താ ഉള്ളത്? ഇന്റഗ്രൽ e റേസ് ടു u du. ഇന്റഗ്രൽ e റേസ് ടു x എന്ന് പറഞ്ഞാൽ e റേസ് ടു x തന്നെയാണ്. അപ്പൊ ഇന്റഗ്രൽ e റേസ് ടു u എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും? e റേസ് ടു u തന്നെ. ആ u ന് പകരം നമ്മൾ ലാസ്റ്റ് എന്തെന്നെ കൊടുക്കണം? sin x. അപ്പൊ e റേസ് ടു sin x + c. ഇതാണ് ഇതിന്റെ ആൻസർ. അടുത്തത് നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നാലാമത്തെ ചോദ്യത്തിൽ നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞു, നാലാമത്തെ ചോദ്യത്തിൽ ആരൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? u എന്ന് കൊടുക്കേണ്ടത്. പുട്ട് 2 + 3 log x = u അല്ലെ? ഈ ആംഗിളിൽ കാണുന്ന ആൾക്കാണ് u എന്ന് കൊടുക്കേണ്ടത്. രണ്ട് സൈഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. 2 ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്, അതുകൊണ്ട് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. 3 log x ന്റെ ഡെറിവേറ്റീവ് എന്താ? 3 അവിടെ കിടക്കട്ടെ. log x ന്റെ ഡെറിവേറ്റീവ് എന്താ? 1/x. u ന്റെ ഡെറിവേറ്റീവ് എന്താ? du/dx. നമ്മളിപ്പോ ചെയ്യുന്നത് നാലാമത്തെ ചോദ്യമാണ്. ഇന്റഗ്രൽ sin 2 + 3 log x ഹോൾ ഡിവൈഡഡ് ബൈ x. ഈ ചോദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് 3 × 1/x എന്ന് പറഞ്ഞാൽ എന്താ? 3/x = du/dx. ആദ്യം ആംഗിൾ കാണുന്ന ആൾക്ക് u എന്ന് കൊടുക്കുന്നു, രണ്ട് സൈഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. 3 × 1/x എന്ന് പറഞ്ഞാൽ 3/x ആണ്. ഇതിന് എങ്ങനെ dx കണ്ടുപിടിക്കുന്നത്? dx കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഈ ചോദ്യത്തിൽ dx ന് പകരം അവിടെ കിട്ടുന്ന വാല്യൂ കൊടുക്കാനുള്ളതാ അല്ലെ? അപ്പൊ ഇവിടെ dx എങ്ങനെ കണ്ടുപിടിക്കുക? ഇത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × dx എന്ന് പറഞ്ഞാൽ എന്താ? 3dx = x × du പറഞ്ഞാൽ എന്താ? x du. ഇതിന് dx ഇവിടെ കിടക്കട്ടെ. ഈ × 3 അങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? /3 എന്നായിരിക്കും. അപ്പൊ x × du ഹോൾ ഡിവൈഡഡ് ബൈ 3.
ഇനി ചോദ്യത്തിൽ ഇത്രയും ചേഞ്ചസ് വരുത്തുക. അപ്പൊ ഇന്റഗ്രൽ സൈൻ 2 + 3 log x ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു? u എന്ന് കൊടുക്കുന്നു. ബൈ x എന്നുള്ളത് അതേപോലെ ഇടുന്നു. ഇൻറ്റു ഡി എക്സിന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ഇവിടെ കിട്ടിയത് x × du/3. ഇനി ഇതിൽ ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? ഈ താഴത്തെ മുകളിലത്തെ എക്സുകൾ ക്യാൻസൽ ആയി പോകും. അപ്പൊ ഈ ചോദ്യം കംപ്ലീറ്റ്ലി യുയിലേക്ക് മാറി. ഇനി ഈ /3 ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ ഈ /3 എന്ന് പറഞ്ഞ ആരാ? 1/3. ബാക്കി ഇന്റഗ്രേഷന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഇന്റഗ്രൽ സൈൻ u du. തൊട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഇന്റഗ്രൽ സൈൻ u du. ഇന്റഗ്രൽ സൈൻ x എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോസ് x. അപ്പൊ ഇന്റഗ്രൽ സൈൻ u എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കോസ് u. 1/3 × മൈനസ് കോസ് u എന്ന് പറഞ്ഞാൽ മൈനസ് 1/3 കോസ് u എന്ന് എഴുതാം. ഇതില് മൈനസ് 1/3 കോസ് u ന് പകരം നമ്മൾ വീണ്ടും റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. u ന് പകരം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? 2 + 3 log x + c. ഇതാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അടുത്തത് അഞ്ചാമത്തെ ചോദ്യം നോക്കുക. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ഇന്റഗ്രൽ sec² x /√1 - tan² x dx. ഇതില് ഈ ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൽ ആരൊക്കെയാണ് യു കൊടുക്കേണ്ടതെന്ന് നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് നേരെ ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകം ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഇതില് tan x നാണ് യു കൊടുക്കേണ്ടത്. ചില കുട്ടികളെ 1 - tan² x മൊത്തം യു കൊടുക്കാറുണ്ട്. അത് തെറ്റാണ്. ഈ ചോദ്യം ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതില് പുട്ട് tan x = u. ഈ ചോദ്യം പരീക്ഷയ്ക്ക് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പ്രതീക്ഷിക്കണം. പുട്ട് ഈ tan² x tan x നാണ് നമ്മൾ യു എന്ന് കൊടുക്കേണ്ടത്. പുട്ട് tan x = u. രണ്ട് സൈഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. tan x ഡെറിവേറ്റീവ് എന്താ? sec² x. യുടെ ഡെറിവേറ്റീവ് നമ്മൾ എപ്പോഴും എന്ത് എഴുതേണ്ടത്? du/dx. ഇനി dx ഇങ്ങോട്ട് പോരട്ടെ, sec² x അങ്ങോട്ട് പോട്ടെ. അപ്പൊ dx = du/sec² x. ഇത്രയും ചേഞ്ചസ് നമ്മുടെ ചോദ്യത്തിൽ വരുത്താണ്. അപ്പൊ ഇന്റഗ്രൽ sec² x ചോദ്യത്തിലുള്ളത് അവിടെ കിടക്കട്ടെ. /√1 - tan² x. tan x നാണ് u കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് എഴുതേണ്ടത്? u². കാരണം tan x = u. അപ്പൊ tan² x = u² ഇൻറ്റു dx ന് പകരം എന്താ കൊടുക്കേണ്ടത്? du/sec² x. ഇനി ഏതാ കട്ട് ചെയ്ത് പോകേണ്ടത്? sec² x ഉം sec² x ഉം കട്ട് ചെയ്തു. ബാക്കി അതിൽ എന്താ? ഇന്റഗ്രലിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? ഇന്റഗ്രേഷന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? 1/√1 - u² du. ഇവിടെ 1 ആണ് കിട്ടിപ്പോ. ഇവിടെ 1 ഉണ്ട്. 1/√1 - u² du. നമ്മൾ പഠിച്ചിട്ടുണ്ട് 16 ഫോർമുല അല്ലെ? ഒരു ഫോർമുല ലിസ്റ്റ് ഉണ്ട്. അതെപ്പോഴും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതിലെ ഒരു ഫോർമുലയാണ് 1/√1 - x² അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/√1 - x² dx = sin ഇൻവേഴ്സ് x. നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് x ഇവിടെ u ആണെന്നേ ഉള്ളൂ അല്ലെ? ഫംഗ്ഷൻ മൊത്തം u ലേക്ക് മാറി. അപ്പൊ 1/√1 - u² ഇന്റഗ്രൽ എന്താണ്? sin ഇൻവേഴ്സ് u. ഈ u ന് പകരം നമ്മൾ ലാസ്റ്റ് എന്തെന്നെ കൊടുക്കുക? എന്താണ് u? tan x. അപ്പൊ sin ഇൻവേഴ്സ് tan x + c. ഈ ചോദ്യങ്ങള് വൃത്തിയായിട്ട് നന്നായി വീണ്ടും വീണ്ടും കാണുക. അത് എഴുതി പഠിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ്. അടുത്ത ഒരു 3 ചോദ്യം ശ്രദ്ധിക്കുക. ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ചില ചോദ്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ 3 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് 1, 2 ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അത് ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചെടുക്കാന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. അതിനുവേണ്ടി നിങ്ങൾ കേൾക്കേണ്ടത് ഈ ഒരു ഡയലോഗാണ്. അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗടി. ഇതിങ്ങനെ പഠിച്ചു വെക്കുക. ഇന്റഗ്രേഷന്റെ ഉള്ളിൽ ചോദ്യമായിട്ട് അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗടി. അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗടി. അപ്പോൾ നമുക്കിതിൽ ഒന്നാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. ചോദ്യം ഇതാണ്. ഇന്റഗ്രൽ 2x/x² + 1 dx ആണ്. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്താ? ശരിക്കും ഇത് ചെയ്യേണ്ടത് പുട്ട് x² + 1 = u എന്നാണ്. രണ്ട് സൈഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ള മെത്തേഡ് കൂടെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതിനേക്കാൾ എളുപ്പത്തിൽ വേഗം ആൻസർ കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയെന്നറിയോ? ഈ അടി എന്ന് പറയാം. അടി എന്ന് പറഞ്ഞാൽ എന്താ? ഡിനോമിനേറ്റർ. മുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ന്യൂമറേറ്റർ. ഈ ഡിനോമിനേറ്റർ x² + 1 ആണ്. ഇവന്റെ ഡെറിവേറ്റീവ് എന്താ? ഈ x² ഡെറിവേറ്റീവ് 2x. x² ഡെറിവേറ്റീവ് 2x. 1 ഡെറിവേറ്റീവ് 0. അപ്പൊ 0 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ x² + 1 ഡെറിവേറ്റീവ് എന്ത് മാത്രമേ ഉള്ളൂ? 2x. ആ 2x അല്ലേ മുകളിൽ കിടക്കുന്നത്? അപ്പൊ അടിയുടെ ഡെറിവേറ്റീവ് അല്ലേ മുകളിൽ കിടക്കുന്നത്? അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് അടിയാണ് ആൻസർ. അപ്പൊ ഇതിന്റെ ആൻസർ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. ലോഗ് അടി എന്ന് പറഞ്ഞാൽ ലോഗ് x² + 1 + c. നിങ്ങൾ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കൊണ്ടു. ഇത് ആൻസർ കിട്ടുക. ഇത് എപ്പോൾ മാത്രമേ ഈ ഒരു ടെക്നിക്ക് എപ്പോൾ മാത്രമേ വാലിഡ് ആവുള്ളൂ? ചോദ്യത്തിൽ എങ്ങനെ വരണം? അടിയുടെ ഡെറിവേറ്റീവ് തന്നെ എവിടെ വരണം? മുകളിൽ വരണം. അത് അങ്ങനെ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും ചെയ്യും. ഡെറിവേറ്റീവ് മുകളിൽ വരുന്ന ചോദ്യങ്ങൾ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും. അത്തരം ചോദ്യങ്ങൾ ഈ ടെക്നിക്ക് കൊടുക്കാം. ഏത് ടെക്നിക്ക്?
അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് അടി. അടുത്ത രണ്ടാമത്തെ ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. രണ്ടാമത്തേല് 1/x into log x. ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 1/x into log x dx. ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഒരു കാര്യം അറിയണം. നമ്മൾ 1/ab എന്നുള്ളതിനെ 1/a/b എന്ന് എഴുതാൻ പറ്റും. ഇതൊന്ന് പഠിച്ചു. ഇതിങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല. 1/ab നമുക്ക് എങ്ങനെ എഴുതാം? 1/a എന്നുള്ളത് ന്യൂമറേറ്ററിലും b എന്നുള്ളത് അതിന്റെ താഴെ ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നിങ്ങൾ ബിനെ b/1 എടുത്ത് ഇൻറ്റു റെസിപ്രോക്കൽ ചെയ്താൽ കിട്ടുന്ന ആൻസർ തന്നെയാണ് 1/ab തന്നെ. അപ്പോൾ 1/ab വേറെ എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ. 1/pq അപ്പൊ എങ്ങനെ എഴുതാം? 1/p/q. ഈ 1/p ഒന്നിച്ചെടുക്കുക, ഹോൾ ഡിവൈഡ് ബൈ q എന്ന് എഴുതാം. അങ്ങനെ നോക്കുമ്പോൾ ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? ഇന്റഗ്രൽ. ഇപ്പൊ ഇന്റഗ്രേഷൻ എല്ലാം ചെയ്യാൻ പോകണേ, ചോദ്യത്തിന് രൂപമാറ്റം വരുത്താൻ പോവാണ്. 1/x ഹോൾ ഡിവൈഡ് ബൈ log x അല്ലെ. 1/x ന്യൂമറേറ്ററിലും ഈ log x ഡിനോമിനേറ്ററിലും നമുക്ക് എഴുതാം. ഇൻറ്റു dx അതേപോലെ എഴുതി. ഇനി നോക്കൂ, ഇവിടെ ഏതാണ് ബൈ എന്നുള്ളതിന്റെ താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ ഏതാണ്? log x അല്ലെ. അടി എന്ന് പറയുമ്പോൾ log x, മുകൾ എന്ന് പറയുമ്പോൾ 1/x. ഈ log x ന്റെ ഡെറിവേറ്റീവ് എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. log x ന്റെ ഡെറിവേറ്റീവ് 1/x. അപ്പൊ അടിയുടെ ഡെറിവേറ്റീവ് എവിടെ വന്നു കഴിഞ്ഞു? മുകളിൽ വന്നു. അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് അടി. അപ്പൊ എന്താ ആൻസർ? ലോഗ് എന്ന് എഴുതണം, എന്നിട്ട് അടി. അടി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? log x. അപ്പൊ log x പ്ലസ് സി. ഒരിക്കലും ഇത് log സ്ക്വയർ എന്ന് എഴുതരുത്, log ഓഫ് log x എന്ന് തന്നെ എഴുതാവും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അതിൽ ഈ ഒരു പ്രത്യേക ഫോമിൽ നമ്മൾ യൂസ് ചെയ്തു, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രാക്ഷൻസിന്റെ ഒരു പ്രത്യേകത നമ്മളോട് യൂസ് ചെയ്തു. എന്തിനാ? അടിയുടെ ഡെറിവേറ്റീവ് മുകളിൽ വന്നു നമുക്ക് നമ്മളെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോമിലേക്ക് അതിനെ മാറ്റി എഴുതിയത്. എന്നിട്ട് ലോഗ് അടി എന്നുള്ള ഫോമിൽ കൊടുത്തു. അടുത്തത് മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ sec x ന്റെ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ sec x dx. ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ തന്നെ ചെയ്താൽ, ഒരു പ്രത്യേക സ്റ്റെപ്പ് കൂടെ തന്നെ. ചില ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ട്, നമ്മൾ ഏത് വഴി പോയാലും ആൻസർ കിട്ടില്ല, നമ്മൾ വിചാരിച്ച ആൻസർക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക റൂട്ട് കൂടെ തന്നെ പോകണം. അത്തരം ഒരു ചോദ്യമാണ് ഇത്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഈ sec x എന്ന് പറയുന്ന ആള് ഇന്റഗ്രേഷൻ ഒക്കെ ചെയ്യേണ്ട മുൻപ് നമ്മൾ sec x നെ sec square x ന്റെ ഇന്റഗ്രലാണ് നമുക്ക് എന്ത് എഴുതായിരുന്നു? tan x എഴുതായിരുന്നു. ഇത് ഇന്റഗ്രൽ sec x ആണ്. sec square x ന്റെ tan x എവിടെ ഉണ്ട്? ആ 16 ഫോർമുലയിലുണ്ട്. പക്ഷെ അത് വെച്ചിട്ട് sec x ന്റെ ഇന്റഗ്രൽ എഴുതാൻ കഴിയില്ല, അത് sec square x ന്റെ മാത്രമാണ്. അപ്പൊ sec x നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? sec x നെ sec x/1 എന്ന് സങ്കല്പിക്കുക. ഈ ഡിനോമിനേറ്ററിന്റെ ന്യൂമറേറ്റർ മുകളിലും താഴെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ എന്നറിയോ? sec x പ്ലസ് tan x. അതായത് മുകളിലും താഴെയും sec x പ്ലസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഒരു ഫ്രാക്ഷന്റെ മുകളിൽ എന്തുകൊണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് അതേ സാധനം കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ബാലൻസ്ഡ് ആണ് അല്ലെ, ഒരു കുഴപ്പമില്ല. ഇത് രണ്ടും വെട്ടിപ്പോയാൽ പഴയ പോലെ തന്നെ ആയി അല്ലെ. അപ്പൊ ഇത് പ്രത്യേക സ്റ്റെപ്പാണ്. ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് ഒരിക്കലും നമുക്കൊരു പരീക്ഷ ഒരു കുട്ടിക്ക് തോന്നില്ല. അതുകൊണ്ടാണ് ഇത് മുൻകൂട്ടി പഠിച്ചു വെച്ച് പോകണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മുകളിൽ താഴെയും ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? sec x പ്ലസ് tan x. ഇത് ചോദ്യം cosec x ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഏതുകൊണ്ടാണെന്ന് അറിയോ? cosec x മൈനസ് cot x കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ചോദ്യം പഠിക്കാം. ഇതില് ഈ ബ്രാക്കറ്റ് പൊട്ടിക്കുക. sec x കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, sec x കൊണ്ട് tan x നെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താ വരിക? ഇന്റഗ്രൽ sec x into sec x sec square x പ്ലസ് sec x into tan x sec x tan x. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ താഴെ 1 into sec x plus tan x എന്ന് പറഞ്ഞാൽ തന്നെയാ sec x plus tan x തന്നെയാണ് അല്ലെ. ഇവിടെ ചോദ്യത്തിൽ dx എന്താ, അതേപോലെ കോപ്പി ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഏതാ അടി എന്ന് പറയുമ്പോൾ ഏതാ? sec x plus tan x. മുകൾ എന്ന് പറയുമ്പോൾ ഇത് മൊത്തം sec square x plus sec x tan x. ഈ താഴെയുള്ള ആളുടെ ഡെറിവേറ്റീവ് ആണോ മുകളിൽ വരുന്നത്? നോക്കി നോക്ക്. താഴെയുള്ളത് രണ്ട് ടേമുകളാണ്, sec x ഉണ്ട് tan x ഉണ്ട്. sec x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec x tan x. tan x ന്റെ ഡെറിവേറ്റീവ് എന്താ? sec square x. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടാളുടെ ഡെറിവേറ്റീവുകളാണ് ഈ മുകളിൽ കിടക്കുന്ന രണ്ടാൾക്കാർ എന്ന് പറഞ്ഞാൽ sec x പ്ലസ് tan x ന്റെ ഡെറിവേറ്റീവ് ആണ് ഈ മുകളിൽ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അടിയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിൽ വന്നിരിക്കുന്നത്. അടി ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കുക, ആൻസർ എന്താ? ലോഗ് അടി എന്ന് പറഞ്ഞാൽ ലോഗ് sec x പ്ലസ് tan x. പിന്നെ ആൻസറിൽ എന്തിട്ട് കൊടുക്കണം? പ്ലസ് സി എന്നും. അപ്പൊ ഈ അടി ഡെറിവേറ്റീവ് മുകളിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? ചോദ്യത്തിനെ മുകളിൽ താഴെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്? sec x പ്ലസ് tan x കൊണ്ട് മൾട്ടിപ്ലൈ. ഇതൊരു പ്രത്യേക ചോദ്യമാണ്, അത് ഓർത്ത് വെക്കുക.